ഹലോ എവരിവൺ, ദിസ് ഇസ് എസ് ബി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കഴിഞ്ഞ ജെഇ സെഷൻ 1 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇക്വിലിബ്രിയത്തിന് തന്നെ മോളിക്കുലാർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അയണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മോളിക്കുലാറിലും അയണിക്കിലും കൂടി ഏകദേശം ഒരു 10-15ഓളം ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. ആദ്യം നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ മോളിക്കുലാർ ഇക്വിലിബ്രിയം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എ വെസൽ അറ്റ് 1000 Kelvin contains carbon dioxide with a pressure of 0.5 atm. Some of carbon dioxide is converted into carbon monoxide on addition of graphite. If total pressure at equilibrium is 0.8 atm, then Kp is എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതാന്നുള്ളതാണ്. ഇവിടെ ആരൊക്കെ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ഇനീഷ്യലി ആ വെസലിൽ എടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ദെൻ ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കാർബൺ അഥവാ ഗ്രാഫൈറ്റിന് ആഡ് ചെയ്യുന്നു. അന്നേരം ഇവർ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇവനും ഗ്യാസ് ആണ്. സോ നമുക്കറിയാം ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.5 atm ആണ്. അപ്പൊ ഞാനിവിടെ 0.5 atm ഇവിടെ എഴുതി. ഇവിടെ നമുക്ക് ഇവിടെ ഗ്രാഫൈറ്റ് ആണ് കേട്ടോ, ഇത് ഗ്യാസ് ആണ്, തെറ്റിദ്ധരിക്കരുത്. ഗ്രാഫൈറ്റ് or it is a solid. Okay, then ഇവിടുന്ന് 0.5 ഇന്ന് ഒരു സം പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കെമിക്കൽ റിയാക്ഷൻ പോയി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 2x ആണ് ഉണ്ടാവുക. അതായത് ഫൈനൽ നമ്പർ ഓഫ് ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മൈനസ് എക്സ് പ്ലസ് എന്തായിരിക്കും, 2x ആയിരിക്കും. ദെൻ അത് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 0.8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സ് എത്രയാണെന്ന് എന്ത് ചെയ്യാം, സുഖമായിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് 0.5 പ്ലസ് എക്സ് ആണ്, ഇറ്റ്സ് ഈക്വൽ ടു 0.8. സോ എക്സ് ഈക്വൽ ടു 0.3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദിസ് 2x ഈക്വൽ ടു 0.6. ഈ 0.5 മൈനസ് 0.3 ഇറ്റ്സ് ഈക്വൽ ടു എത്ര വരും, 0.2 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ പി ഈക്വൽ ടു partial pressure of carbon monoxide raised to 2 into divided by partial pressure of carbon dioxide. So it's equal to 0.6 into 0.6 divided by എത്ര വരും, 0.2 വരും. So it's equal to 1.8. 1.8 is the right answer. So option 1 is the correct one. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ദ റിയാക്ഷൻ X2Y gas which will give X2 gas plus half Y2 gas. The equation representing correct relationship between degree of dissociation of X2Y gas with its equilibrium constant Kp is dash. Assume X to be very small. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, X is degree of dissociation ആണ്. ആൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എക്സ്ട്രീംലി സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പല സ്ഥലത്തും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യാം, ചെറിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ നെഗ്ലക്ട് ചെയ്ത് കളയാമെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഇത് X2Y അല്ലേ, എല്ലാവരും ഗ്യാസ് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ദെൻ X2Y വിൽ ഗിവ്സ് X2 ഗ്യാസ് പ്ലസ് ഹാഫ് Y2 ഗ്യാസ്. നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് സ്റ്റാർട്ട് ചെയ്യാം, ഓർ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ സപ്പോസ് ഇതിന്റെ കോൺസെൻട്രേഷൻ സി ആണെന്ന് വിചാരിച്ചോ. പക്ഷെ നമുക്ക് കോൺസെൻട്രേഷൻ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 തുടങ്ങാം, 2 തുടങ്ങാം, C തുടങ്ങാം, എവിടുന്ന് വേണമെങ്കിലും തുടങ്ങാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാനിവിടെ 1 തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഇനീഷ്യലി 0 0. ഞാൻ ഇവിടുന്ന് ആൽഫ പോയി കഴിഞ്ഞാൽ ഇത് ആൽഫ, ഇത് എത്രയാടാ, ഇത് 1/2 ആൽഫ. അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആൽഫന്റെ കേസിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 2 തുടങ്ങാൻ പോകണം. നോക്കട്ടോ, 2 മോള് അല്ലെങ്കിൽ 2 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് X2Y എന്ന് വിചാരിച്ചോ. അപ്പൊ 2 1 മോളിൽ നിന്നാണല്ലോ ആൽഫ പോവുക, അല്ലെങ്കിൽ 1 കോൺസെൻട്രേഷൻ, അവിടുന്ന് ആൽഫ പോകും. അപ്പൊ 2 ആണെങ്കിൽ അവിടുന്ന് എത്ര പോവുക, 2 ആൽഫ. അങ്ങനെയാണെങ്കിൽ എത്ര ഇവിടെ ഉണ്ടാവുക, 2 ആൽഫ. ദെൻ Y2 എത്ര ഉണ്ടാവുക, ആൽഫ. ഓക്കെ, അതായത് ദീസ് ആർ ദ കോൺസെൻട്രേഷൻ ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് X2Y. ഇത് X2ന്റെ കോൺസെൻട്രേഷൻ, ഇത് Y2ന്റെ കോൺസെൻട്രേഷൻ ഓർ നമ്പർ ഓഫ് മോൾസ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മോൾ ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 ആൽഫ പ്ലസ് 2 ആൽഫ പ്ലസ് ആൽഫ. ഈ 2 ആൽഫ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 2 പ്ലസ് ആൽഫ. അപ്പോൾ ഇവിടെ ഞാൻ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ. ഇതിന് ഞാൻ ടോട്ടൽ പ്രഷർ അതിവിടെ പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബിക്കോസ് നമ്മുടെ ആൻസറിലൊക്കെ പി ഉണ്ട്. അപ്പൊ ഞാൻ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഓരോന്നിന്റെയും പാർഷ്യൽ പ്രഷർ ആയി. ആണോ, അതായത് ഇനീഷ്യലി ഞാൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, ദെൻ അതിനെ ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് മോൾ ഫ്രാക്ഷൻ ആയി. അതിനെ ഞാൻ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് പാർഷ്യൽ പ്രഷേഴ്സ് ആയി. യെസ് ആണോ? ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കെ പി കണ്ടുപിടിക്കുകയാണ്. കെ പി ഈക്വൽ ടു
partial pressure of x2 into partial pressure of y2 raised to 1 by 2 divided by partial pressure of x2y. Okay, then ഇത് നമ്മൾ നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. kp equal to partial pressure of x2 എത്രയാടാ 2 alpha into p divided by 2 plus alpha, then multiplied with the partial pressure of y2 is alpha divided by 2 plus alpha into p all raised to 1 by 2 divided by 2 minus 2 alpha divided by 2 plus alpha into p, and this p cancel, 2 plus alpha cancel. Then ഇവിടെ നമുക്ക് ഒരു കാര്യം കിട്ടും, ഇവിടുന്ന് 2നെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. then ഇവിടുന്ന് 2 2 അപ്പം എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി ആരൊക്കെ ഉള്ളത് ആൽഫ ഉണ്ട്, ആൻഡ് ഹിയർ ആൽഫ റേസ് ടു 1 by 2 ഉണ്ട്, ആൻഡ് പി റേസ് ടു 1 by 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇത് എത്രയാടാ 2 plus alpha raised to 1 by 2 into then ബാക്കി ആരാ ഉണ്ടാവും ഇവിടെ ഒരു 1 minus alpha അവിടെ ഉണ്ടാവും. ആൻഡ് വി നോ ദാറ്റ് ആൽഫന്റെ വാല്യൂ ആൽഫ ഈസ് വെരി ലെസ് ദാൻ when comparing with 1. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ 2 plus alpha is approximately equal to എന്തെന്ന് വരുടാ 2 plus alpha is approximately equal to 2 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ this equation becomes okay kp equal to നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് ഇത് ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു 1 by 2, അപ്പോൾ ആൽഫ ഇൻറ്റു 1.5 അഥവാ ആൽഫ റേസ് ടു 3 by 2 എന്ന് വരും. ആൽഫ റേസ് ടു 3 by 2 ഇൻറ്റു പി റേസ് ടു 1 by 2 divided by p raised to 1 by 2 divided by 2 plus alpha is approximately equal to 2 raised to 1 by 2 into 1 minus alpha is approximately equal to 1. അപ്പോൾ അങ്ങനെ ഇടാം. then അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു 3 by 2 equal to √2 into kp divided by √p എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് 2 into kp raised to 2 divided by p raised to 1 by 2 എന്ന് എഴുതാം, which means alpha equal to 2 into kp raised to 2 divided by p raised to 1 by 2 into ഇത് 2 by 3 എന്ന് വരും. സോ അപ്പോൾ ക്യൂബ് റൂട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 kp square divided by p is the right answer. Okay, then അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ cube root of 2 kp square into p, option 2 is the right answer. Okay, then നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. then question number 3, 24th January shift 1 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ആൻഡ് ദിസ് ക്വസ്റ്റൻ ഈസ് പ്രോബബ്ലി എന്താണ് ഒരു ഇക്വിലിബ്രിയം എൻറ്റയർ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഇതുവരെ നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പ്രോബ്ലം ആണ്. then ക്വസ്റ്റൻ വലിയ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, ഇതിൽ എന്താണ് അതിൻ്റെ ഒരു ന്യൂമറിക്കൽ പാർട്ട് നമുക്ക് കുറേ കറക്റ്റ് ഒന്നാമത് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഇൻറ്റീജറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യേണ്ടി വരും, ആ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റനിലോട്ട് പെട്ടെന്ന് നടക്കാം. 37.8 gram of N2O5 was taken in a 1 liter reaction vessel and allowed to undergo the following reaction at 500 Kelvin. Then 2 N2O5 gives 2 N2O4 plus O2. The total pressure at equilibrium was found to be 18.65 bar. Then Kp equal to എന്നാണ് ചോദ്യം. Okay, then assume N2O5 to behave ideally under this condition. അതായത് N2O5 ന്റെ ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ആറിന്റെ വാല്യൂ തന്നിക്കണം. ഓക്കെ, ഇവിടെ നമുക്കറിയാം കെ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മളെ എല്ലാ ടേംസിനും പ്രഷറിലേക്ക് കൊണ്ടുവരായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രഷർ ആഫ്റ്റർ എന്താണ് ഇക്വിലിബ്രിയം നമ്മൾ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തതിൻ്റെ ശേഷമുള്ള പ്രഷർ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. then N2O5 ഇനീഷ്യൽ പ്രഷറേക്ക് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നമ്പർ ഓഫ് മോൾസും കണ്ടെയ്നർ 1 ലിറ്റർ ആണെന്നും അതിൻ്റെ ടെമ്പറേച്ചർ 500 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. പി വി ഈക്വൽ ടു NRT, then പി ഈക്വൽ ടു NRT divided by V. Number of moles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.8 divided by molar mass of N2O5. അപ്പോൾ N2O5ൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 28, then 5 16 80 108 വരൂലേ, 108 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.082 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാടാ 500 ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ വെസലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരിക 37.8 ഇൻറ്റു 8.2 ഇൻറ്റു 5, അപ്പോൾ 41 വരും. 41 ഡിവൈഡഡ് ബൈ 108, അപ്പോൾ 378 ഇൻറ്റു 41.
അപ്പോൾ ഡിവൈഡഡ് ബൈ 108 15 49 18 ഡിവൈഡഡ് ബൈ 100. യെസ്, ഇവിടെ 14.35 കിട്ടും നമുക്ക്. 14.35 ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ. ആൻഡ് നമുക്ക് ഇനി ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. 2N2O5 gives 2N2O5 gives 2N2O4 പ്ലസ് എന്താടാ O2 പ്ലസ് O2. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവരും ഗ്യാസ് ആണ്, അതുകൊണ്ട് ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 14.35 ആണെന്ന് അർത്ഥം. ഇത് 0, ഇത് 0. ആൻഡ് 14.35 ഒരു 2 ആൽഫ പോയി എന്ന് വിചാരിച്ചു. 2 ആൽഫ പോയി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 2 ആൽഫ. ഇവിടെ എത്രയുടെ ഉണ്ടാവുക? ആൽഫ. യെസ് ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന 2 ആൽഫ കണ്ടുപിടിക്കാനാണ് നമ്മളെ പണി. ഇവിടെ നമ്പർ ഓഫ് ടോട്ടൽ പ്രഷർ ആഫ്റ്റർ എന്താണ് ഈ പറയുന്ന ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 14.35. ഇവിടെ ആൽഫ തന്നെ എഴുതണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഇട്ടാൽ മതി, ഒരു കൺഫ്യൂഷൻ വേണ്ട, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആയിട്ട് മാറണ്ട. അപ്പോൾ എക്സ് ഇട്ടു. ഓക്കെ, 14 മൈനസ് 2x-ഉം 2x-ഉം ക്യാൻസലായി. 14 പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്? 18.65 അല്ലേ? 18.65. സോ എക്സ് ഈക്വൽ ടു 18.65 മൈനസ് 14.35. അപ്പോൾ 0, ദെൻ 3, 4.3 വരും. എക്സിൻ്റെ വാല്യൂ 4. എത്ര വരും? 3 വരും. അതായത് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും പാർഷ്യൽ പ്രഷർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു എത്ര കൊടുക്കാം? കെ പി ഈക്വൽ ടു partial pressure of N2O4 raised to 2 into partial pressure of O2 divided by partial pressure of N2O5 raised to 2. അപ്പോൾ partial pressure of N2O4 എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x പറഞ്ഞു കഴിഞ്ഞാൽ 4.3 into 2, അപ്പോൾ 8.6 വരും. 8.6 into 8.6 into partial pressure of O2 it is 4.3 divided by എത്രയാടാ? 14.35 എന്ന് 14.35 എന്ന് നമ്മൾ എത്ര കുറക്കേണ്ടി വരും? 8.6 എന്ത് ചെയ്യേണ്ടി വരും? കുറക്കേണ്ടി വരും. 8.6 എന്ത് ചെയ്യേണ്ടി വരും? കുറക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അറിയാം 9 ആണെങ്കിൽ 4.3 0.3 കൂട്ടണം. അപ്പോൾ 5.75 ഇറ്റ്സ് ഈക്വൽ ടു 5.75 റേസ് ടു 2 5.75. യാ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ്, ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഗുണിക്കണം എന്ന് മാത്രം, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റൂല, ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക 9.619 കിട്ടും. ആൻഡ് വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.62. 9.62 നമുക്ക് 9.62 നമുക്ക് എങ്ങനെ എഴുതാടാം? 962 into 10⁻² എന്ന് എഴുതാം. ആൻഡ് 10⁻²ൻ്റെ റേഞ്ചിലാണ് ആൻസർ. അപ്പോൾ ദ ആൻസർ ഈസ് 962. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. January 24 ഷിഫ്റ്റ് 2ലെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ചോദിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ റിയാക്ഷൻ H2 + I2 gives 2HI, അറ്റൈൻമെന്റ് ഓഫ് ഇക്വിലിബ്രിയം ഈസ് പ്രെഡിക്റ്റഡ് കറക്റ്റ്ലി ബൈ എന്നാണ് ചോദ്യം. അതായത് ഇതിൽ ഏത് ഗ്രാഫാണ് നമ്മളെ ഇക്വിലിബ്രിയത്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഈ ഇക്വിലിബ്രിയത്തിലോട്ട് നടക്കുന്തോറും, അതായത് നമ്മളുടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്തോറും ആക്ച്വലി റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കുറയുകയും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ആൻഡ് ആഫ്റ്റർ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തുടരുകയാണ് ചെയ്യുക. യെസ് ഓണോ? അപ്പോൾ ഇതിലെല്ലാം ഒരു ആഫ്റ്റർ സംടൈംസ് ഒരു കോൺസ്റ്റന്റ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ H2ൻ്റെ I2ൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായാലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണ വരെ കോൺസെൻട്രേഷൻ കുറയും. ഇവിടെ H2ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതായിട്ടും I2ൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതായിട്ടുമാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ടോട്ടലി ഇൻകറക്റ്റ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2ൽ നോക്കിക്കഴിഞ്ഞാൽ H2ൻ്റെ കോൺസെൻട്രേഷൻ I2ൻ്റെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യണ വരെ കുറയുന്നുണ്ട്. ആൻഡ് HIൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്.
പ്രോബബ്ലി ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. ബാക്കിയുള്ളതും കൂടി ഇൻകറക്റ്റ് ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ ഉറപ്പിക്കാം. ഇവിടെ നോക്ക്, H2ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, I2ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, HIൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇത് ഇക്വിലിബ്രിയം അല്ല, ഇത് വേറെ ഏതൊരു യൂണിവേഴ്സിലാണ് ഈ ഓപ്ഷൻ എടുക്കുന്നത്. ആൻഡ് H2ൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, I2ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇതേപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുമല്ല, ഓപ്ഷൻ 2 ഈസ് ദ ഓൺലി പോസിബിൾ ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, 29th January ഷിഫ്റ്റ് 1 ചോദ്യമാണ്. At temperature T, compound AB2 dissociate as AB2 gives AB plus half B2, having degree of dissociation x small compared to unity. The correct expression of x in terms of Kp and P എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യന് ഒന്നുമില്ല, നമ്മൾ ഇപ്പം തന്നെ 2 ക്വസ്റ്റ്യൻ മുമ്പ് ഇതേ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലിയൊരു ബ്രഹ്മാണ്ഡ ക്വസ്റ്റ്യൻ ആയിട്ടും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ സെയിം ക്വസ്റ്റ്യൻ. അതായത് എൻ്റെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ 24 January 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ, സോറി 23 January ഷിഫ്റ്റ് 2ൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെ. ഒന്നുമില്ല, എക്സും വൈയും മാറ്റി എക്കും ബിക്കും ആക്കിയതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്ക് നിങ്ങൾ. 1 mole reactant gives 1 mole gaseous product plus half mole another gaseous product. അതായത് 1:1:1. ദെൻ ഇവിടുത്തെ നോക്ക് again 1:1:1. സെയിം ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നമില്ല, അതേ ആൻസർ തന്നെ. ഞാൻ പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാത്രമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ AB2 ഗ്യാസ്. നമ്മുടെ ആൻസർ വരെ സെയിം ആയിരിക്കും കിട്ടുക. ഐ തിങ്ക് ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ, ഇതന്നെ കിട്ടുക. അപ്പോൾ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ജെയ്ക്ക് ഒരേ വർഷം തന്നെ ഒരേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒരു 2 മോളെന്ന് ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചോ. അപ്പോൾ ഇത് 2 - 2 ആൽഫ, ഇത് 2 ആൽഫ, ഇത് എത്രയാണ് ആൽഫ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര വരും, 2 ആൽഫ പ്ലസ് 2 ആൽഫ പ്ലസ് ആൽഫ. അപ്പോൾ -2 ആൽഫയും പ്ലസ് ആൽഫയും പോയി, മൊത്തം ബാക്കി 2 പ്ലസ് ആൽഫ. then divided by 2 plus alpha divided by 2 plus alpha. and ഇവിടെ ബാക്കി എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ഇറ്റ് ഇസ് ടോട്ടൽ പ്രഷറിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പാർഷ്യൽ പ്രഷേഴ്സ് ആയി. അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാടാം, കെ പി ഈക്വൽ ടു 2 ആൽഫ പി divided by 2 plus alpha into alpha p divided by 2 plus alpha raised to 1/2 divided by concentration of AB2. What is the concentration of AB2? It is 2 minus 2 alpha divided by 2 plus alpha into എന്ത് വരും, പി എന്ന് വരും. സോ പി 2 plus alpha ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആരാ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 2 കൂടി പോട്ടെ. ഈ 2 ഇതും പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ആൽഫ ഉണ്ടാവും, ആൽഫ റേസ് ടു 1/2 ഉണ്ടാവും. ദെൻ പി റേസ് ടു 1/2 ഉണ്ടാവും ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ റേസ് ടു 1/2 ഉണ്ടാവും. ദെൻ ഒരു 1 മൈനസ് ആൽഫ അവിടെ ഉണ്ടാവും. ആൻഡ് ആൽഫ സ്മോൾ കമ്പയർഡ് ടു യൂണിറ്റി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മറ്റേ ക്വസ്റ്റ്യനിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്ലസ് ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഇത് ആൽഫ റേസ് ടു 3/2 ഇൻറ്റു പി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 1/2 ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് പി ആണ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ, ഇവിടുത്തെ ആൽഫ. അപ്പോൾ ആൽഫ റേസ് ടു 3/2 ഈക്വൽ ടു alpha raised to 3/2 equal to kp into √2 divided by √p. okay, then alpha raised to 3/2 equal to root of അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2kp raised to 2 divided by p raised to 1/2. okay, then അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം alpha equal to 2kp raised to 2 divided by p raised to 1/2 into 3/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ കൂടാ, അത് 2/3 ആവും. 2 പോയി. സോ ക്യൂബ് റൂട്ട് ഓഫ് 2kp raised to 2 divided by p is the right answer. ഇതന്നെ നമ്മൾ predict ചെയ്ത്. യെസ്, സെയിം ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. കൺസിഡർ ദ ഇക്വിലിബ്രിയം. Carbon monoxide plus 3H2 gives up CH4 plus H2O. If the pressure applied over the system increases by 2-fold, നമ്മൾ പ്രഷർ കൂട്ടി. Then at constant temperature, then ഒരുപാട് A, B, C, D ഒക്കെ ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇവിടുന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യം ഇക്വിലിബ്രിയം നോക്കാം. ഇത് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ്, അഗെയിൻ 3H2 ഗ്യാസ്. Then this will be CH4 gas plus H2O gas, and here
ഫ്രം ദീസ് ഇക്വേഷൻസ് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ 4 മോൾ ഗ്യാസ് ബിക്കംസ് എത്രയാണ് 2 മോൾ. അപ്പോൾ ഞാൻ പ്രഷർ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ നമ്മൾ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും. അക്കോർഡിംഗ് ടു Le Chatelet പ്രിൻസിപ്പിൾ പ്രഷർ കുറക്കാന്ന് പറഞ്ഞാൽ ലെസർ ദ നമ്പർ ഓഫ് ഗ്യാസസ് മോളിക്യൂൾസ് എവിടെയുള്ളത് അവിടേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും, വിച്ച് മീൻസ് ഏത് റിയാക്ഷൻ നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. എസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ ഓപ്ഷൻ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ഒറ്റയടിക്കത് തെറ്റാൻ തോന്നും. കാരണം സാറേ ഇക്വിലിബ്രിയം ഫോർവേഡ് റിയാക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറയുന്നു, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടുന്നു, ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷെ അതിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. നമ്മൾ ആദ്യം ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ബി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഫോർവേഡ് ഡിറക്ഷൻ. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഫോർവേഡ് റിയാക്ഷൻ, അതിലൊരു കുഴപ്പമില്ല. ഇനി സി ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസസ് സിൻസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടുന്നതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടും, തർക്കമില്ല എന്ന് വിചാരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടൂല. ബിക്കോസ് എന്താണ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കോൺസെൻട്രേഷൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് CH4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റൈസ് ടു 3. യെസ് ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ മാറ്റാൻ ഒരേ ഒരു ഫാക്ടറിനെ കാര്യമായിട്ട് നടക്കുകയുള്ളൂ, അതാരാണ്, ടെമ്പറേച്ചർ ആണ്. അതർവൈസ് പ്രഷറോ നിങ്ങൾ വേറെ കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ആ കേനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഈക്വൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വിലിബ്രിയത്തിന് ഒരു ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് Le Chatelet പ്രിൻസിപ്പിളിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്ക്, ഈ വാല്യൂ നമ്മൾ കുറച്ച് കൂട്ടി എന്ന് വിചാരിച്ചു കോൺസെൻട്രേഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം എന്താ ചെയ്യുക, ഇത് കുറക്കുമ്പോൾ ഇതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക ചെയ്യാം. ഞാൻ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പാടെ തെറ്റാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസസ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ അടുത്ത പോയിന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ്. ഓക്കെ, റിമെയിൻ അൺചേഞ്ച്ഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് റിമെയിൻ സെയിം. ഇത് കറക്റ്റാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് റിമെയിൻ സെയിം. അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിലും പ്രൊഡക്റ്റിലും എന്തായാലും വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അത് കൂടെ കുറേ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാറുന്നോണ്ടാണ്, കോൺസെൻട്രേഷൻ ആക്ച്വലി മാറുന്നോണ്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ നമ്മളുടെ ആൻസറിൽ സിയും ഡിയും വരാൻ പാടില്ല, ബി ഉണ്ടാവും വേണം. അപ്പോൾ സി ഉണ്ട് ഇവിടെ, ഞാൻ വെട്ടി. ദെൻ എ ബി ഡി ഉണ്ട്, ഞാൻ വെട്ടി. സി ഉണ്ട്, ഞാൻ വെട്ടി. സോ ആൻസർ 2 ആവും. അതായത് ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തില്ല ഫസ്റ്റ്, ബിക്കോസ് എ മേക്സ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം എ ഓപ്ഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. കാരണം ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആകുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ അത് നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. എന്താണ് ഒരു സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വെസൽ ആണ്. അതായത് ഞാൻ പ്രഷർ 2 ടൈംസ് കൂട്ടി എന്ന് പറഞ്ഞാൽ വോളിയം 2 ടൈംസ് കുറഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ആക്ച്വലി എന്ത് ചെയ്യും, നന്നായിട്ട് കൂടും. അപ്പോൾ പ്രഷർ 2 ടൈംസ് കൂട്ടി എന്ന് പറഞ്ഞാൽ വോളിയം 2 ടൈംസ് എന്ത് ചെയ്തു, കുറഞ്ഞു. വോളിയം 2 ടൈംസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് V/2. അതായത് കോൺസെൻട്രേഷൻ ബിക്കംസ് ഡബിൾഡ്. ആ ഒരു സെൻസിലാണ് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഒറ്റയടിക്ക് കൂടുകയാണ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഷറിന്റെ എഫക്റ്റ് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കോൺസെൻട്രേഷന്റെ ഒരു കമ്പാരിസൺ വെച്ചിട്ട് നമ്മൾ പറയാം. ബട്ട് നമുക്ക് ഇപ്പോൾ അതിനൊരു സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഈ ഇക്വിലിബ്രിയത്തിന്റെ ഒരു ചാപ്റ്റർ എടുക്കുന്ന എപ്പോഴെങ്കിലും സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പറയാന്നല്ലാതെ ഇപ്പം അതിൽ നമുക്ക് കംപ്ലീറ്റ്ലി പറയാനുള്ള ഒരു സമയമില്ല. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. സിൻസ് വോളിയം എന്താകുന്നുണ്ട്, ഈ പറയുന്ന 2 ടൈംസ് കുറയുന്നതുകൊണ്ട് കോൺസെൻട്രേഷൻ 2 ടൈംസ് കൂടും. ആ ഒരു അർത്ഥത്തിലാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കുന്നത്. ആൻഡ് എ മാത്രമുള്ള സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്ത ഓപ്ഷനുകളെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനെ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. കണ്ടോ? അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മളെ JEE പോലെയുള്ള എക്സാമിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ. അല്ലാണ്ട് അയ്യോ ഇതിലിപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിടണ്ട. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സോ ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് മൊത്തം കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നല്ല, അടുത്തത് നമ്മൾ അയണിക് ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതേ ചാപ്റ്റർ തന്നെയാണ്, പക്ഷെ നമുക്കറിയാം നമ്മൾ ആസിഡ് ബേസ് കോൺസെപ്റ്റ് വെച്ച് അങ്ങോട്ട് പോകുന്ന ബാക്കി ഭാഗം. ഓക്കെ, ദെൻ January 22 ഷിഫ്റ്റ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ മോളാർ സോലുബിലിറ്റി ഓഫ് സിർക്കോണിയം ഫോസ്ഫേറ്റ് വിത്ത് മോളിക്കുലാർ ഫോർമുല zirconium 3 and PO4 is
ഗിവൺ ബൈ റിലേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ കോമ്പൗണ്ട് ആരാന്ന് നോക്കാം. ഇറ്റ് ഈസ് സിർക്കോണിയം 3 ആൻഡ് PO4 4 ടൈംസ് ആണ്. ഇത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാടാ, ഒരു സ്പാരിംഗിലി സോലുബിൾ സാൾട്ട് ആണല്ലോ, ബിക്കോസ് KSP പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സിർക്കോണിയം 4+ഉം 4 PO4 3- ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിന്റെ സോലിബിലിറ്റി S ആണെങ്കിൽ ഇത് 3s, ഇത് എത്രയാടാ 4s. അപ്പോൾ KSP നമ്മളിങ്ങനെ എഴുതാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓർ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം 4+ റേസ് ടു 3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് PO4 3- റേസ് ടു 4 വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇത് 3s ആണ്, അപ്പോൾ 3s റേസ് ടു 3 ഇൻറ്റു 4s റേസ് ടു 4. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയുടെ വരാം, 27 റേസ് ടു S³ ഇൻറ്റു 4s ക്യൂബ്. അപ്പോൾ 4s ക്യൂബ് എന്ന് പറയുമ്പോൾ 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 16. 16ന്റെ ക്യൂബ് എത്രയുടെ 256 അല്ലേ? ഓക്കെ, 256 അല്ലേ? 16 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 4 32 64 64 ഇൻറ്റു 4 128 256. അപ്പോൾ 256. ദെൻ ഇവിടെ എന്ത് വരും, ഒരു S⁴ വരും. അപ്പോൾ ആൻസർ 256 ഇൻറ്റു 27 ദെൻ S⁻⁷. S⁻⁷ ഉള്ള ആൻസറുകൾ അല്ലാത്ത ആൻസറൊക്കെ, പക്ഷെ 2 ആൻസർ ഉണ്ട്, അതുകൊണ്ട് നമ്മളിത് ചെയ്തേ മതിയാവും. അപ്പോൾ 6 5 35 42 4 5 35 39 ഓക്കെ. ദെൻ 69 12 S⁻⁷. അപ്പോൾ നമ്മുടെ ആൻസർ ഓക്കെ ആണ്. ഇവിടെ നമുക്ക് S ഈക്വൽ ടു KSP ഡിവൈഡഡ് ബൈ 69 12 റേസ് ടു 1/7 കിട്ടും. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, 23 ജനുവരി ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് വെൻ NH4OH is added gradually to the solution containing 1 molar A2+ and 1 molar B3+ ions given KSP of AOH twice 9 into 10 raised to -10 and KSP of BOH thrice equal to 27 into 10 raised to -18 at 298 Kelvin ആണ്. സോ നമുക്ക് ഓപ്ഷനും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷനും കൂടെ വായിച്ചാൽ ഇവരെന്താ കറക്റ്റ് ചോദിച്ചെന്നുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ. ബോത്ത് AOH twice and BOH thrice do not show precipitation with NH4OH. Then AOH twice will precipitate before BOH thrice. Then അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നോക്കിക്കോ, നമ്മുടെ കയ്യിലൊരു കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ കണ്ടെയ്നറിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ്റെ അകത്ത് എന്തുണ്ട്, 1 മോളാർ A2+ഉം അതേപോലെ തന്നെ 1 മോളാർ B3+ ഉണ്ട്. ദെൻ നമുക്ക് തിരിച്ച് ഇങ്ങനെ ആലോചിക്കാം. അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് വെൻ NH4OH is gradually added to the solution ആണ്. ആ സൊല്യൂഷനിൽ ഓൾറെഡി എന്തുണ്ടായിരുന്നു, AOH twiceഉം അതേപോലെ തന്നെ BOH thriceഉം ഉണ്ടെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ അവിടെ A2+ അയോൺസും B3+ അയോൺസും ഉണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ അവിടേക്ക് NH4OH ആഡ് ചെയ്യുമ്പോൾ ആർക്കാണ് ആദ്യം പ്രസിപ്പിറ്റേഷൻ നടക്കുക? ഈ പറയുന്ന OH- അയോണും A+ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ B3+ഉം അതേപോലെ തന്നെ OH- കമ്പൈൻ ചെയ്ത് BOH thrice ആണോ ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? നമുക്ക് ഇവിടുത്തെ അയണൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലുള്ളത് AOH twice ആണെങ്കിൽ ഇത് എങ്ങനെയാണ് അയണൈസ് ചെയ്യുക? ഇത് A2+ഉം 2 OH- ആയിട്ട്, അപ്പോൾ ഇതൊരു സ്പാരിംഗിലി സോലുബിൾ സോൾട്ടാണ് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അയണൈസേഷനാ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ, പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എപ്പോഴാണ് നടക്കുക? ഇതിൽ വൺ ഓഫ് ദ ഏതെങ്കിലും ഒരാൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, ബിക്കോസ് ആ പ്രൊഡക്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് OH- ഗ്രാജുവലി ആഡ് ചെയ്യുമ്പോൾ OH- കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആവും. അതായത് എന്ത് നടക്കും, പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ അതിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പ്രസിപ്പിറ്റേഷൻ നടക്കുമോ? ആദ്യം ആരാണ് ഫാസ്റ്റർ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അവിടേക്ക് നമുക്ക് പോകാം. തിരിച്ച് BOH thrice ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് അയണൈസ് ചെയ്യുക? ഇറ്റ് ബിക്കംസ് എ B3+ plus 3 OH-. കണ്ടോ? ദെൻ ഇനി ഇവരുടെ രണ്ടാളുടെ KSP വാല്യൂസ് തന്നിട്ടുണ്ട്. KSP വാല്യൂ വെച്ചിട്ട് നമുക്ക് ആരാണ് നന്നായിട്ട് സോലുബിൾ ആവുക എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് KSP എങ്ങനെ കണ്ടുപിടിക്കുക? KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ NH4OH ആഡ് ചെയ്യുക ചെയ്യുന്നത്. KSP എങ്ങനെ കണ്ടുപിടിക്കുക? KSP ഈക്വൽ ടു
KSP ഓഫ് ഫസ്റ്റ് AOH ട്വൈസ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ AOH ട്വൈസിൻ്റെ KSP എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് A2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് റേസ് ടു 2 ആണ്. ആൻഡ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് A2 പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു 1 മോളാർ. കോൺസെൻട്രേഷൻ ഓഫ് B3 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇതും 1 മോളാർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് KSP ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എത്ര KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10, 9 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10. ആൻഡ് കോൺസെൻട്രേഷൻ ഇത് 1 ആണ്. അപ്പോൾ OH മൈനസ് കോൺസെൻട്രേഷൻ ഇവിടെ ഓൾറെഡി നമുക്കറിയാം. അതായത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇത് എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റാണ്. അതായത് ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ എത്രയാണ് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. then എപ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങാനും കൂടിയാൽ ഓഫ് കോഴ്സ് നമ്മൾ അതിനെ QSP എന്ന് പറയുക. QSP അതായത് റിയാക്ഷൻ കോഷ്യന്റ് പറഞ്ഞ പോലെ തന്നെ QSP. അപ്പോൾ QSPന്റെ വാല്യൂ, അതായത് ഈ വാല്യൂ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ, ഇതൊരു കോൺസ്റ്റന്റ് ആണല്ലോ, ഈ വാല്യൂ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് QSP ആണ്. ദെൻ QSP എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ, QSP KSPനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ QSP കൂടാനുള്ളൊരു കണ്ടീഷൻ എന്താ? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ നമ്മളിവിടെ ഇവൻ്റെ OH മൈനസിൻ്റെ ഈ പറയുന്ന OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടണം എന്ന് പറഞ്ഞാൽ ഇതാ 9 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10 ആണ് KSPൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ OH മൈനസ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇത് എത്രയാടാ? 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 വരും. സിമിലർലി നമ്മൾ KSP ഓഫ് BOH ത്രൈസ് ആണ് പറയുന്നതെങ്കിൽ എങ്ങനെ വരിക? കോൺസെൻട്രേഷൻ ഓഫ് B3 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഓൾ റേസ് ടു ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാടാ? 27 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18. 27 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18. അപ്പോൾ വിച്ച് വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B3 പ്ലസ് അഗെയിൻ 1 മോളാർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ക്യൂബ്. അപ്പോൾ OH മൈനസിൻ്റെ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 റേസ് ടു എത്ര കിട്ടുക? മൈനസ് 6. ഇവിടെ ഏതാ കൂടുതൽ? ഇവിടെ ആരുടെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുതൽ? ഇവിടെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ OH മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ വെറും 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 ആണ്. എത്രയാണ്? 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5. ആൻഡ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ആണ്. ആൻഡ് 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5നെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയ ഒരു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ കുറവും ഇവിടെ എന്താണ്? കൂടുതലാണ്. ആൻഡ് ഈ കോൺസെൻട്രേഷനേക്കാളും കുറച്ചും കൂടി OH മൈനസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ കോൺസെൻട്രേഷനേക്കാളും കുറച്ചുകൂടി OH മൈനസ് കൂടിക്കഴിഞ്ഞാൽ ഇതിന് പ്രസിപ്പിറ്റേഷൻ നടക്കും. ഞാൻ ഇവന് ഇതിനേക്കാളും വലിയൊരു കോൺസെൻട്രേഷൻ ആണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആർക്കാണ് ആദ്യം പ്രസിപ്പിറ്റേഷൻ നടക്കുക? ഞാൻ OH മൈനസിന് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ആണ് ആദ്യം അച്ചീവ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആദ്യം BOH ത്രൈസിന് പ്രസിപ്പിറ്റേഷൻ നടക്കും, എന്നിട്ട് ഇവന് പ്രസിപ്പിറ്റേഷൻ നടക്കുള്ളൂ. അപ്പോൾ BOH ത്രൈസ് വിൽ precipitate BOH thrice will precipitate before എന്താണ് നമ്മളെ AOH twice എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ 3 is the right answer. ഇനി ഇത് ഇങ്ങനെ ഒന്നല്ല, വേറെ നമുക്ക് ഒന്ന് ആലോചിക്കാം. ഇവിടെ ഇപ്പോൾ നോക്ക്, KSPൻ്റെ വാല്യൂ നിങ്ങൾ ഇവിടുന്ന് S കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ KSPൻ്റെ വാല്യൂ ഇവിടെ ഭയങ്കര എന്താണ്? കൂടുതലും ഇവിടുത്തെ KSPൻ്റെ വാല്യൂ ഭയങ്കര കുറവാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇത് എല്ലായ്പ്പോഴും വർക്കാവില്ല, പക്ഷെ എന്നാലും മെജോറിറ്റി കേസിൽ ഇത് വെച്ച് നമുക്ക് പറയാം KSPൻ്റെ വാല്യൂ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ സോലിബിലിറ്റി ഭയങ്കര കുറവാണെന്നാണ് ഒരു ഇൻഡയറക്റ്റ് മീനിങ്. അപ്പോൾ സോലിബിലിറ്റി ഭയങ്കര കുറവാണെങ്കിൽ ഇവനെ ഡിസോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്യാനൊരു ആൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ BOH ത്രൈസിനായിരിക്കും നന്നായിട്ട് പ്രസിപ്പിറ്റേഷൻ നടക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ കറക്റ്റ് മെത്തേഡ്. സോ ഓപ്ഷൻ 3 is the right answer. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ഇഫ് 1 millimolar solution of ethylamine produces pH equal to 9, അത് ബേസിക് മീഡിയ ആണ്. then the ionization constant Kb for ethylamine is 10 raised to minus 6. the value of X is dash എന്നാണ് പറയുന്നത്, nearest integer. the degree of ionization of ethylamine can be neglected with respect to unity. അതായത് ആൽഫന്റെ വാല്യൂ is very very less than 1 എന്നർത്ഥം. ഓക്കെ, then അപ്പോൾ നമുക്കറിയാം ethylamine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is CH3 CH2 NH2 and it react with water to produce a CH3 CH2 NH3 പ്ലസ് എന്തുണ്ടാവും ഇവിടെ? OH മൈനസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആണെങ്കിൽ ഇത് C മൈനസ് C ആൽഫ, ഇത് C ആൽഫ, ഇത് C ആൽഫ. അപ്പോൾ KBൻ്റെ വാല്യൂ KB ഈക്വൽ ടു നമ്മളെങ്ങനെ പറയാം?
കോൺസെൻട്രേഷൻ ഓഫ് ഇത് ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഇത് ലിക്വിഡ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്, അവ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ അല്ലേ, ഇങ്ങനെ ചെയ്തുകൂടെ? ഇപ്പോൾ സി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഞാൻ ആൽഫൻ്റെ വാല്യൂ 1നെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ ബി ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്ന് എടുക്കാം. കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ബിൻ്റെ വാല്യൂ തന്നെയാണ്. എസ് ഓണോ? അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അത് ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ ആൽഫ എത്രയും നമുക്ക് അറിയില്ല. പക്ഷേ ആൽഫക്ക് പകരം നമുക്ക് പി എച്ച് എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം. പി എച്ച് ഈക്വൽ ടു 9. പി എച്ച് 9 ആണെങ്കിൽ പി ഒ എച്ച് എത്രയായിരിക്കും? പി ഒ എച്ച് ഈക്വൽ ടു 14 മൈനസ് 9 ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 5. എന്താ പി ഒ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ലോഗ് ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 10⁻⁻⁵. ഓക്കെ, അപ്പോൾ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁵ ആണ് തന്നിട്ടുണ്ട്. എന്താ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ? ദിസ് ഈസ് അവർ സി ആൽഫ. അതായത് ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി ആൽഫയാണ്. ഇപ്പോൾ സി ആൽഫ ഈക്വൽ ടു 10⁻⁵. അപ്പോൾ ആൽഫ എത്രയാടാ? 10⁻⁵ ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 മില്ലിമോൾ. 1 മില്ലിമോളാർ എന്ന് പറഞ്ഞാൽ 10⁻³ മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ 10⁻² ആണ് ആൽഫൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ ആൽഫൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ അല്ലേ? സി എത്രയാണ്? 10⁻³ ആൽഫൻ്റെ വാല്യൂ എത്രയാണ്? 10⁻², ദെൻ റേസ്റ്റ് 2 അപ്പോൾ 10⁻⁷ ഇൻറ്റു 10⁻⁴. ഇറ്റ്സ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 10⁻⁴. അപ്പോൾ എത്രയുടെ കിട്ടുക? 10⁻⁷. അപ്പോൾ കെ ബിയുടെ വാല്യൂ 10⁻⁷ ആണ്. പക്ഷെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് കെ ബി ഇൻ ടേംസ് ഓഫ് 10⁻⁻⁻x ആണ്. അപ്പോൾ 10⁻⁻⁻x വിച്ച് വിൽ ബി ഈക്വൽ ടു 10⁻⁻⁻x. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയുടെ? ശരിയാ 7. എക്സിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്? 7 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കാം. January 23 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പി എച്ച് ഓഫ് വാട്ടർ ഈസ് 7 at 25 degrees Celsius. ഇഫ് വാട്ടർ ഈസ് ഹീറ്റഡ് ടു 80 degrees Celsius ഇറ്റ്സ് പി എച്ച് വിൽ ബി എന്നാണ്. അപ്പോൾ പല ആൾക്കാരും റിമൈൻ ദ സെയിം എന്നൊക്കെ എഴുതി വെക്കും. കാരണം വാട്ടറിൻ്റെ പി എച്ച് എങ്ങനെ മാറാനാണ്? വാട്ടറിൻ്റെ പി എച്ച് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി നമുക്കറിയാലോ അല്ലേ? അതായത് പി എച്ചിന് എന്താ സംഭവിക്കുക? വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പി എച്ച് നമ്മൾ വാട്ടറിൻ്റെ കണക്കാക്കുന്നത്? ഇത് H+ഉം OH- ആവും. സോ 25 degrees Celsius നിങ്ങൾ കാര്യങ്ങൾ പറയണമെങ്കിൽ H+ അയൺ കോൺസെൻട്രേഷൻ 10⁻⁷ OH- അയൺ കോൺസെൻട്രേഷൻ 10⁻⁷ ആണ്. അതായത് നമ്പർ ഓഫ് H+ OH- സ്റ്റിൽ സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ 25 degrees Celsius ആണെങ്കിൽ നിങ്ങളൊരു 1 മോളാർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10⁻⁷ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം 10⁻⁷ കോൺസെൻട്രേഷൻ ഓഫ് OH- അത്രയും സ്ലൈറ്റ്ലി ഡിസോസിയേഷൻ അവിടെ നടക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ഇറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് വരും അല്ലേ? മൈനസ് ലോഗ് 10⁻⁷ ഇറ്റ്സ് ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ടെമ്പറേച്ചർ ഒരു 80 degrees Celsius കൂട്ടിക്കഴിഞ്ഞാൽ ഡിസോസിയേഷൻ കൂടും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- കൂടി 10⁻⁷ എന്നുള്ളത് ചിലപ്പം കൂടി അതിനേക്കാളും വലിയൊരു വാല്യൂ 10⁻⁷ വലിയ വാല്യൂ 10⁻⁸ അല്ല, വലുതാണ്. 10⁻⁷ വലുത് എന്ന് പറഞ്ഞാൽ നമുക്ക് 10⁻�6 ഒക്കെ എടുക്കാം. കണ്ടോ? അപ്പോൾ H+ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും കൂടി. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പി എച്ച് വാല്യൂ എന്താ സംഭവിക്കുക? ഇറ്റ് ബിക്കംസ് മൈനസ് ലോഗ് 10⁻�6. അപ്പോൾ പി എച്ച് 6 ആവും. സിമിലർലി പി ഒ എച്ചും അങ്ങനെ തന്നെ, പി ഒ എച്ച് 6 ആവും. അപ്പോൾ പി എച്ചും പി ഒ എച്ച് എപ്പോഴും ഈക്വൽ ആവും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ഉം OH- എല്ലാ ടെമ്പറേച്ചറിലും വാട്ടറിൽ ഈക്വൽ ആവും. ബിക്കോസ് ഇവിടെ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത H+ OH- ഉണ്ടാവുക. അപ്പം ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനൊന്നും സംഭവിക്കണില്ല. പക്ഷേ വാട്ടറിന്റെ പി എച്ച് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ദ ഡിസോസിയേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഡിസോസിയേഷൻ ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പി എച്ച് എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കുറക്കുമ്പോൾ പി എച്ച് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഡിക്രീസസ് എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. പി എച്ച് വിൽ ബി ഡിക്രീസസ്. ഓക്കെ, ദെൻ എല്ലാ ഓപ്ഷൻസും നമുക്കൊന്ന് വായിച്ചു നോക്കാം. H+ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, കറക്റ്റ് ആണ്. OH- കോൺസെൻട്രേഷൻ ഡിക്രീസസ്, തെറ്റാണ്. രണ്ടും കൂടും. ഓക്കെ, റിമൈൻസ് ദ സെയിം, തെറ്റാണ്. ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറക്കണം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതും കിട്ടി. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. January 24 ഷിഫ്റ്റ് 1ലെ ക്വസ്റ്റ്യൻ ആണ്. KSP ഫോർ CrOH thrice is 1.6 × 10⁻⁻30. വാട്ട് ഈസ് ദ മോളാർ സോളിബിലിറ്റി ഓഫ് ദ സോൾട്ട് ഇൻ വാട്ടർ? സോളിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഇതൊക്കെ
നമുക്ക് ഇക്വിലിബ്രിയത്തിൽ വൺ ഓഫ് ദ സിമ്പിൾ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന സാധനമാണ് +3 OH മൈനസ്. അപ്പോൾ ഇത് എസ് ആണെങ്കിൽ ഇത് 3s. അപ്പോൾ KSPൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSP ഈക്വൽ ടു S ഇൻറ്റു 3s⁻3. അങ്ങനെയാണെങ്കിൽ S ഇൻറ്റു 27s³. അപ്പോൾ 27s⁴ ആണ് വരിക. പക്ഷെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് KSP നമുക്ക് തന്നിക്കണ് S ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ s⁴ ഈക്വൽ ടു KSP ഡിവൈഡഡ് ബൈ KSPൻ്റെ വാല്യൂ എത്ര ഡിവൈഡഡ് ബൈ 27. ദെൻ ഇവിടെ 4 ആയതുകൊണ്ട് S ഈക്വൽ ടു ഓക്കെ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. 4നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ 1.6 into 10⁻⁻13 divided by 27 all raised to 1/4 is the right answer. Option 3 is the right one. Option 3 is the right one. Okay, then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. A weak acid HA was HA has degree of dissociation X. Which option gives the correct expression of pH? Yeah, this is actually pH minus pKa. Okay. So pH minus pKa എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കുക pH മൈനസ് pKa വീക്ക് ആസിഡ് ആണ്. എച്ച് എന്ന് പറഞ്ഞ ഒരു വീക്ക് ആസിഡ് ആണ്. സോ വീക്ക് ആസിഡ് എങ്ങനെ അയണൈസ് ചെയ്യുക? H+ഉം A-ഉം. ഓക്കെ, ഇത് C ആണെങ്കിൽ 0 0, ഇത് C മൈനസ് C ആൽഫ. അപ്പോൾ ഇത് C ആൽഫ, ഇത് C ആൽഫ. അങ്ങനെയാണെങ്കിൽ Kൻ്റെ വാല്യൂ എത്രയാണ്? Ka ഈക്വൽ ടു C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ C മൈനസ് C ആൽഫ. അപ്പോൾ ഇതിന് നമുക്ക് C ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഒരു C പോയി. അപ്പോൾ C ആൽഫ² ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ Ka ഈക്വൽ ടു C ആൽഫ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അതെന്തിനാ അങ്ങനെ എഴുതി? ബിക്കോസ് ദ C ആൽഫ ഈസ് അവർ കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ pHനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഞാൻ ഇവിടെ Ka ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതി. എസ് ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ മൈനസ് ലോഗ് എടുക്കാൻ പോണ്. അപ്പോൾ മൈനസ് ലോഗ് Ka ഈക്വൽ ടു മൈനസ് ലോഗ് H+ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ മൈനസ് ലോഗ് Kനെ നമുക്ക് Pk എന്ന് എഴുതാം. മൈനസ് ലോഗ് H+നെ നമുക്ക് PH എന്ന് എഴുതാം. ബാക്കി ആരൊക്കെയാണ് ഉണ്ടാവുക? മൈനസ് പ്ലസ് മൈനസ് ലോഗ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, ദെൻ PH മൈനസ് PK ആണ് നമ്മുടെ ചോദ്യം. PH മൈനസ് PK ഈക്വൽ ടു ബാക്കി ആരാണ്? അപ്പോൾ PKനെ ഞാൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവർ നേരെ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലോഗ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ലോഗ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ആൽഫക്ക് വേറെ എക്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Yeah, the next question. Arrange the following in increasing order of solubility product എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, AgBr ഉണ്ട്, PbS ഉണ്ട്, HgS ഉണ്ട്. ഇവിടെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു KSP ഈക്വൽ ടു നമുക്കറിയാം. ഇവിടെ സോലിബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി KSP കൂടേണ്ടതാണ്. അപ്പോൾ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ജനറലി സോലിബിലിറ്റി കൂടുന്ന ആൾക്കാരുടെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും ജനറലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം, അതായത് നന്നായിട്ട് അയണൈസ് ചെയ്യുന്ന ആൾക്കാരെ അയണൈസേഷൻ കോൺസെപ്റ്റ് ഓർ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് കൂടാന്നുള്ള അതേ കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം ഇറ്റ്സ് എ സ്ട്രോങ് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നന്നായിട്ട് തന്നെ ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അവനൊരു നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു സോൾട്ട് ആയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ പറയാം. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വരും. അല്ലാത്ത ആൻസറൊക്കെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ ഇനി AgBr ഉണ്ട്, PbS ഉണ്ട്, HgS ഉണ്ട്. ജനറലി സൾഫൈഡ്സ് ഓഫ് ലെഡ് അതേപോലെ തന്നെ മെർക്കുറി ഒക്കെ ഇൻസോളിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് സ്പാരിംഗ്ലി സോളിബിൾ എന്ന് പറയാൻ പറ്റൂല. ഇറ്റ്സ് ബേസിക്കലി ഇൻസോളിബിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, ദെൻ ഓർ നിയർലി ഒരു സ്പാരിംഗ്ലി, അതായത് ഹൈലി ലോ അല്ലെങ്കിൽ എന്താണ് വെരി 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 ലോ സോലിബിലിറ്റി ആണ് അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവരുടെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ജനറലി ഭയങ്കര കുറവായിരിക്കും. അത് സെക്കൻഡ് പൊസിഷൻ ഗോസ് ടു AgBr ആണ്. അപ്പോൾ അടുത്തത് AgBrന് പോകണം. ദെൻ ഇവിടെ AgBr അല്ല. സോ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പറയുന്ന എന്ത് ഇൻസോലിബിൾ അല്ലെങ്കിൽ സ്പാരിംഗ്ലി സോലിബിൾ സോൾട്ട് അവിടുന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഐഡിയ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ക്വസ്റ്റ്യൻ്റെ റെലവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, വേറെ കാര്യമായിട്ട് നമുക്ക് വലിയ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. അതർവൈസ് നമുക്ക് സോലിബിലിറ്റി പറയായിരുന്നെങ്കിൽ സോലിബിലിറ്റി പ്രൊഡക്റ്റ് പറയായിരുന്നു. സോ അപ്പോൾ ഓപ്ഷൻ 4 നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്
ഇനി നമ്മൾ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾ നന്നായിട്ട് അടുത്ത സെഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ JEE examination. So bye, it's signing off.